വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ബൺ പൊറാട്ടയുടെ റെസിപ്പിയായിട്ടാണ്. തമിഴ്നാട് ഭാഗത്തൊക്കെ കാണപ്പെടുന്ന ഒരു പൊറോട്ടയാണിത്. ഇത് ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല, നമ്മളെ സാധാരണ നോർമൽ പൊറോട്ടയുടെ വലിപ്പം ഉണ്ടാവില്ല, പക്ഷേ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. നല്ല ലെയറുള്ള പൊറോട്ടയാണ്, നല്ല സോഫ്റ്റാണ്. ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് വീശിയിട്ടും വീശാതെയും ഒക്കെ ഉണ്ടാക്കുന്ന ടെക്നിക്കുകൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഞാനിപ്പോൾ 4 കപ്പ് മൈദയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് സാധാരണ ചായ കുടിക്കുന്ന ഒരു കപ്പിൽ മെഷർ ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു കോഴിമുട്ട കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ടേബിൾ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ ഉപയോഗിച്ചിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. പച്ചവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ അത് മുഴുവനായിട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല. നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ മാവൊക്കെ ഒരു പാകമായി വരുന്ന സമയം വരെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എനിക്കിപ്പോൾ ഇത്രയും വെള്ളം ബാക്കിയായിട്ടുണ്ട്. അതായത് 3/4 കപ്പിന് മുകളിൽ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ 1 കപ്പിൽ താഴെ ആണ്. അതിനുശേഷം മൈദ തൂവിയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഈ മാവ് മാറ്റുക. എന്നിട്ട് 2 കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വലിച്ച് കുഴച്ചെടുക്കുക. പൊറോട്ട നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ കുഴയ്ക്കണം. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും കുഴയ്ക്കണം. കൈയിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നന്നായിട്ട് അമർത്തി വലിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോഴേ പൊറോട്ടൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് വരുള്ളൂ. നിങ്ങൾ എത്രയും നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നല്ല പൊറോട്ട നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ വീശാനൊക്കെ നല്ല എളുപ്പമാവും. ഇതിപ്പോൾ ഒരു 15 മിനിറ്റോളം ഞാൻ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഈ ഒരു പരുവായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ നിങ്ങൾക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. മാവ് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞു വരും. ഈ ഒരു പാകത്തിൽ വേണം മാവ് ആയി കിട്ടാനായിട്ട്. നിങ്ങളെ കയ്യിൽ ഡോ മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതിനുശേഷം മാവിനെ 2 ഭാഗത്തേക്ക് ഇതുപോലെ ഉരുട്ടിയിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് എടുക്കുക. മുകൾ ഭാഗമൊക്കെ നല്ല സ്മൂത്തായി കിട്ടും. ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ മാവ് ഇത്രയും സോഫ്റ്റ് ആവണം. കൈ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഈസി ആയിട്ട് കയറിയിട്ട് പോകണം. മാവിനെ ഞാൻ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നെയ്യും ഓയിലും കൂടെ ചേർക്കണം. വെജിറ്റബിൾ നെയ്യാണ് ചേർക്കേണ്ടത്. നമ്മൾ ഡാൽഡ എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്ന സംഭവം തന്നെയാണ്. അത് ഞാൻ ഉരുക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെജിറ്റബിൾ നെയ്യിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം 1/2 കപ്പ് ഉണ്ടാവും. ഇത് മുഴുവൻ നമുക്ക് വേണ്ടി വരില്ല, പക്ഷേ ഇത്രയും നമ്മൾ റെഡിയാക്കിയിട്ട് വെക്കണം. നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ബൗളിൽ കുറച്ച് ഓയിലും നെയ്യിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള മാവ് വയ്ക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയിലിൻ്റെയും നെയ്യിൻ്റെയും മിക്സ് തേച്ച് കൊടുക്കണം. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. എന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തിട്ട് വയ്ക്കുക. വെള്ളം ഒരുപാടുള്ള തുണിയാവരുത്. തുണിയൊന്ന് നനച്ചിട്ട് പിഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മാവ് ആദ്യം കുഴച്ചിട്ട് റെഡിയാക്കിയിട്ട് 1 മണിക്കൂർ ഇതുപോലെ മാറ്റി വയ്ക്കുക. വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ബെല്ലൈക്കൺ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ലിസ്റ്റിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അതൊന്ന് ചെയ്യണം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവ് ഒന്നും കൂടെ അഴിഞ്ഞ് നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഉണ്ടാവുക. ഈ മാവിനെ നമുക്ക് ചെറിയ ബോളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിപ്പം മൊത്തം എടുക്കുന്നത് 7 ബോളുകളാണ്. ബോളാക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ചൂണ്ടുവിരലിൻ്റെയും തള്ളവിരലിൻ്റെയും ഇടയിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ബോളാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ ഏറെക്കുറെ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന മെത്തേഡ് തന്നെയാണ്. എടുക്കുന്ന ചേരുവകളും ഉണ്ടാക്കുന്ന തിക്നെസ്സും ഒക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. മുന്നേയും ഞാൻ പൊറോട്ട വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മളെ കേരള പൊറോട്ടയും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയും ഗോതമ്പ് പൊറോട്ടയുടെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും.
അങ്ങനെ മൊത്തം ഞാൻ 7 ബോളുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉരുട്ടി വെച്ച ബോളിൻ്റെ മേലെയായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ നെയ്യിൻ്റെ ഓയിലിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ച ബോളുകൾ നമുക്ക് ഇതിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. എല്ലാ വശത്തും ഈ ഒരു ഓയിലിൻ്റെ നെയ്യിൻ്റെ മിക്സ്ചർ ഒന്നാവുന്ന രീതിയിൽ ഒന്ന് കോട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലോത്ത് കൊണ്ട് മൂടിയിട്ട് ഒരു 30 മിനിറ്റ്, അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മുടെ മാവ് ഉണ്ടാവുക. നിങ്ങൾക്ക് അരമണിക്കൂറിൽ കൂടുതൽ വയ്ക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഏറ്റവും മിനിമം അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ആ ഒരു ഓയിലിൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ മാവിനെ പരത്തിയെടുക്കാം. അപ്പോൾ കയ്യിലും ഞാൻ ഇതുപോലെ കുറച്ച് ഓയിലാക്കിയിട്ടുണ്ട്, കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാനായിട്ട്. ഇത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മാവാണ്. അപ്പോൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഞാൻ വീശുന്ന മെത്തേഡ് കാണിക്കാം. അതിനായിട്ട് നിങ്ങൾ ഇടത്തെ കൈയിൽ തള്ളവിരൽ മുകൾ ഭാഗത്തും ബാക്കി വിരൽ അടിഭാഗത്തും ആവുന്ന രീതിയിൽ പിടിക്കുക. വലത്തെ കൈയിൻ്റെ തള്ളവിരൽ അടിഭാഗത്തും ബാക്കിയുള്ള 4 വിരൽ മുകൾ ഭാഗത്തുമായിട്ട് ഇതുപോലെ പിടിക്കുക. എന്നിട്ട് മാവിൻ്റെ ഓരോ വശമായിട്ട് പിടിച്ചിട്ട് ഇതുപോലെ ലിഫ്റ്റ് ചെയ്തിട്ട് വീശിയെടുക്കുക. ഇതിങ്ങനെ വീശുന്ന സമയത്ത് നിങ്ങളെ കൈ ഇതുപോലെ റൗണ്ടിൽ മൂവ് ചെയ്തിട്ട് പോകണം. ഒരു ഭാഗം തന്നെ പിടിച്ച് അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് കീറിപ്പോവും. അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഇത് പരന്ന് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കൈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇതുപോലെ വീശുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടും ഇല്ല പൊറോട്ട വീശുന്നത്. ആദ്യമൊക്കെ എനിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുമായിരുന്നു. പക്ഷേ ഇത് വീശി ഒന്നൊന്ന് എയിമായി കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൊറോട്ട വീശിയടിക്കാനായിട്ട് പറ്റും. ഇതുപോലെ കുറച്ച് ഭാഗം നന്നായിട്ട് വീശിയിട്ട് പരന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് കൈ കൊണ്ട് വലിച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. നിങ്ങൾ മാവ് നന്നായിട്ട് കുഴച്ചിട്ട് പറഞ്ഞ സമയം റെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റും. ഇത്രയും നേരത്തിട്ടാണ് നമ്മുടെ പൊറോട്ട വീശി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ മേലെ കുറച്ച് ആ ഒരു ഓയിലിൻ്റെ നെയ്യിൻ്റെ മിക്സ്ചർ തേച്ച് കൊടുക്കാം. അപ്പം നമ്മൾ പൊറോട്ട ചുട്ടിട്ട് അടിച്ച് കഴിഞ്ഞാൽ ലെയറൊക്കെ വേഗം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി മാവിൻ്റെ നടുഭാഗത്തുനിന്നായിട്ട് ഞാനിതുപോലെ ഒന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വശത്തു നിന്ന് നടുവിലേക്ക് കൂട്ടി പിടിച്ചിട്ട് പൊറോട്ടേൻ്റെ മാവ് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സാധാരണ ഷോപ്പുകളിലൊക്കെ അവർ ചെയ്യുക. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. എന്നിട്ട് നിങ്ങളുടെ 3 വിരലിൻ്റെ മേലെ ഈ ചുരുട്ടിയെടുത്ത മാവിനെ ഇതുപോലെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തിട്ട് ഏറ്റവും അവസാനം വരുന്ന ഭാഗമല്ലേ, ആ ഭാഗം ഈ ചുറ്റിയെടുത്തതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ടക്ക് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല സീലായിട്ട് നിൽക്കും. ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. വീശാൻ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഇതാണ്. ഒരു ടവൽ ഇതുപോലെ ആദ്യം ഒന്ന് വീശിയിട്ട് എയിമാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീശാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് പരത്താണ് ഏറ്റവും എളുപ്പം എന്നുണ്ടെങ്കിൽ പരത്തുന്ന കുഴലിൻ്റെ മേലെയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. അതുപോലെ തന്നെ ഇത് കുറച്ച് പരത്തിയാൽ മതിയാവും, ഒരുപാടൊന്നും പരത്തേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ മാവ് ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഈസി ആയിട്ട് നിങ്ങൾക്ക് വലിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാവായിരിക്കും. നല്ല രീതിയിൽ കുഴച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. കൈ കൊണ്ടൊക്കെ വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വലിഞ്ഞ് കിട്ടും. പ്രത്യേകിച്ചിട്ട് വീശിയടിക്കണമെന്നോ പരത്തണമെന്നൊന്നുമില്ല. ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ കൈ കൊണ്ട് വലിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നേർപ്പിച്ചിട്ട് ആക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു മെത്തേഡിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ മാവിൻ്റെ ഉരുളകളും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് വീശുന്നതാണ് എളുപ്പം, അതുകൊണ്ട് ഞാൻ വീശുന്ന മെത്തേഡാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. ഇനി സാധാരണ പൊറോട്ട പോലെ ഇത് ഒരുപാട് നേരം നമുക്ക് പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ മാവ് ചുരുട്ടിയത് എടുക്കാം. എന്നിട്ട് കൈയിൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല, ഇത്ര കനത്തിൽ മാത്രം പരത്തിയാൽ മതി. ഇതിപ്പോൾ എൻ്റെ കൈയിൻ്റെ ഉൾഭാഗത്തിൻ്റെ വലുപ്പമാണ്, ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം പരത്തിയെടുക്കുക. ഞാനിപ്പം ചുടാനായിട്ട് ഇരുമ്പിൻ്റെ ഒരു തവയാണ് എടുത്തിട്ടുള്ളത്. കല്ല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ പരത്തിയിട്ടുള്ള പൊറോട്ട ഇതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഒരു സമയത്ത് ചെയ്യുന്നത്. ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയമെടുക്കും വേവാനായിട്ട്. സാധാരണ പൊറോട്ട പോലെ പെട്ടെന്നായി കിട്ടില്ല. അടിഭാഗത്ത് കുറച്ചൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ വശവും വേവിച്ചെടുക്കാം. പിന്നെ പൊറോട്ട എപ്പോഴും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ, ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാൻ ഒരുപാട് സമയം ഇത് മറിച്ചും തിരിച്ചും ഇടാത്തതാണ് നല്ലത്.
ഒന്നോ രണ്ടോ തവണ മറിച്ചിടുക. എന്നിട്ട് ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ കുക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് പൊറോട്ട അടിക്കാം. ഇത് കട്ടിയുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ പൊറോട്ട ആയിട്ട് അടിക്കാൻ പറ്റും. 3 എണ്ണമായിട്ട് ഒരുമിച്ച് അടിക്കണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെ അടിക്കുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ലെയറായിട്ട് വേർപെട്ട് വരും. ഇപ്പോൾ കണ്ടില്ല, ഇതൊരു ബണ്ണിൻ്റെ അത്രയും വലുപ്പത്തിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ലെയറുള്ള പൊറോട്ടയാണ്. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേവാത്ത പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരുപാട് കട്ടിയൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.